अत श्री महाभारत कथा। अत श्री महाभारत कथा। महाभारत कथा। महाभारत कथा। कथा है पुरुषार्थ की, स्वार्थ की, परमार्थ की, सार्थ की, जिसकी बनी श्री कृष्ण भारत पार्थ की। शब्द दिग्घोषित हुआ जब सत्य साधक सर्वथा। शब्द दिग्घोषित हुआ यदा यदा हि धर्मस्य ग्लानिर्भवति भारत, अभ्युत्थानम् अधर्मस्य तदात्मानं सृजाम्यहम्, परित्राणाय साधूनां, विनाशाय च दुष्कृतां, धर्म संस्थापनार्थाय संभवामि युगे युगे। ശ്രീ മഹാഗണപതയേ നമഃ. നാരായണം നമസ്കൃത്യ നരം ജയമുദരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയമുദീരയേൽ. എല്ലാവർക്കും നമസ്കാരം. ഇനിയുള്ള ഭാഗം സംവരണോപാഖ്യാനം എന്നതുള്ളതാണ്. ദമ്പതി സംവരണം എന്ന് പ്രസിദ്ധമായൊരു നാടകമുണ്ട്, സംസ്കൃത നാടകം. അത് നമ്മുടെ മലയാളിയായിട്ടുള്ള ഒരു കുലശേഖര പെരുമാളാണ് എഴുതിയിരിക്കുന്നത്. സുഭദ്രാധനഞ്ജയം, ദമ്പതി സംവരണം ഒക്കെ കാളിദാസന്റെ അഭിജ്ഞാന ശാകുന്തളൊക്കെ പോലെ വലിയ പ്രസിദ്ധി നേടിയ നാടകങ്ങളാണ്. ചൊല്ലുവൻ ചുരുക്കി ഞാൻ കേൾക്ക നീ ധനഞ്ജയ, ചൊല്ലേഴും ആദിത്യന്റെ പുത്രിയായി ഉണ്ടായി വന്നു സാവിത്രിക്ക് അവരജായി എന്ന് തുടങ്ങുന്നു. ഈ ഗന്ധർവൻ, അങ്കാരവർണ്ണൻ എന്ന ഗന്ധർവൻ പാണ്ഡവന്മാരെ തടുത്തു. അപ്പോൾ ഇതെന്റെ കുളിക്കാനുള്ള സ്ഥലമാണ്, എൻ്റെ ഈ ദേശത്തിന്റെ പേര് പോലും അങ്കാരവർണ്ണൻ എന്നാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ആ ഗന്ധർവന്റെ അസ്ത്രങ്ങളെയൊക്കെ ചൂട്ടുകൊണ്ട് അർജുനൻ എതിർക്കുകയും അവസാനം ആഗ്നേയാസ്ത്രം അയച്ച് തേര് നശിപ്പിക്കുകയും ചെയ്തു. അതോടുകൂടി തോൽവി സമ്മതിച്ചു. നമുക്ക് സുഹൃത്തുക്കളാവാം എന്ന് പറഞ്ഞ് അങ്ങനെ സുഹൃത്തുക്കളായിട്ട് പറയുമ്പോഴാണ് നിങ്ങൾക്ക് ഒരു പുരോഹിതൻ വേണം. താപത്യൻ എന്ന ഇടയ്ക്ക് വിളിക്കുന്നുണ്ട്. ശരിയാണ്, തപതി എന്ന് പറഞ്ഞൊരു ആ കുലത്തിലൊരു ശന്തനു മഹാരാജാവിൻ്റെ ഒക്കെ എത്രയോ മുകളിലൊരു ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതിനെ താപത്യൻ എന്ന് വിളിക്കുന്നത്. ഇന്നിങ്ങനെ താപത്യൻ എന്ന് വിളിക്കാൻ എന്താണ് കാരണം? പ്രത്യേകിച്ച് ഇവിടെ പറഞ്ഞപ്പോൾ അത് ഞാൻ പറയാം. നിങ്ങൾക്ക് ഇവിടെ ഒരു പുരോഹിതന്റെ ആവശ്യമുണ്ട്. അപ്പൊ തപതിയുടെ കഥ, തപതി സംവരണന്മാരുടെ കഥ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. പണ്ട് ഋക്ഷരാജാവിന്റെ പുത്രൻ സംവരണൻ എന്ന് പറഞ്ഞൊരു രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹം ആദിത്യ സേവെല്ലാം ചെയ്തപ്പോൾ ആദിത്യന് സന്തോഷമായി. അദ്ദേഹം തൻ്റെ പുത്രി സാവിത്രിയുടെയും അനുജത്തിയായിട്ട് ഒരു പുത്രിയുണ്ട്, തപതി എന്നാണ് പേര്. ആ തപതിക്ക് ഇദ്ദേഹത്തിനെ വിവാഹം ചെയ്തു കൊടുക്കാമെന്ന് മനസ്സിൽ വിചാരിച്ചു. തപതി ചെറിയ കുഞ്ഞാണെന്ന്. അങ്ങനെ തപതിക്ക് 16 വയസ്സായി. ആ സമയത്ത് സംവരണൻ കാട്ടിൽ നായാട്ട്, യുവരാജാവോ അങ്ങനെയാണ് നായാട്ട് നടത്തുകയാണ്. ആ സമയത്ത് ദാഹം വർദ്ധിച്ച് ഒറ്റപ്പെട്ടു, കുതിര ചത്തു, ഒടുക്കം നടക്കാൻ തുടങ്ങി. നടക്കുമ്പോൾ കുറേ നടന്ന സമയത്ത് ഒരു ദിവ്യദൃഷ്ടി എന്ന മാതിരി പെട്ടെന്ന് തപതിയെ കണ്ടു. ഇത്ര സുന്ദരിയായ ദേവി, ഒരു സ്വർണം കൊണ്ടുണ്ടാക്കിയ ഒരു ശില്പം മാതിരി എന്നെല്ലാം വിചാരിച്ചു.
പെട്ടെന്ന് തന്നെ ആരാണെന്നൊക്കെ ചോദിച്ചപ്പോൾ ആ ദേവി മറഞ്ഞു. അപ്പോൾ ദേവിയെ കണ്ടതോടുകൂടി അദ്ദേഹത്തിന് കാമതപ്തനായി അദ്ദേഹം അവിടെ തന്നെ കിടന്നു. എണീക്കാനും വയ്യ, അത്രയും ശരമേറ്റ് അങ്ങനെ അദ്ദേഹം തളർന്നു, അല്ലെങ്കിലേ തളർന്നിരിക്കുകയാണ്. അപ്പോൾ വീണ്ടും കുറച്ച് കഴിഞ്ഞപ്പോൾ തപതി പ്രത്യക്ഷപ്പെട്ടു. ഇത് പറഞ്ഞു, അല്ലേ സോമകുല രാജാവേ, തപതിയൊക്കെ സൂര്യകുലത്തിൽ പെട്ടതാണല്ലോ. സോമകുല രാജാവേ, അങ്ങക്ക് ശോകമൊന്നും വേണ്ട, എന്നെപ്പറ്റി വിഷാദിക്കൊന്നും വേണ്ട. ഞാൻ സൂര്യപുത്രി തപതിയാണ്. അങ്ങൊരു കാര്യം ചെയ്താൽ മതി, അച്ഛനെ തപസ് ചെയ്യൂ. ഇതിനു മുമ്പേ അങ്ങ് അച്ഛനെ പ്രസാദിപ്പിച്ചിട്ടുണ്ടല്ലോ. എന്നിട്ട് അച്ഛൻ്റെ സമ്മതം ഉണ്ടെങ്കിൽ ഞാൻ അങ്ങയുടെ പിന്നാലെ വന്നുകൊള്ളാം. നമ്മൾ തമ്മിൽ ചേരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല. അനുരാഗം എല്ലാവർക്കും തമ്മിൽ തമ്മിലുള്ളവർക്കുണ്ടാവും. അങ്ങനെ ശരിയായ അനുരാഗമാണെങ്കിൽ യോജിക്കും എന്നുള്ളൊരു തത്വം പറഞ്ഞു. അങ്ങനെ തപതി പറഞ്ഞ സമയത്ത് ഇദ്ദേഹത്തിന് കാമം ഇരട്ടിക്കുകയാണ് ചെയ്തത്. ആ കാമതപ്തനായിട്ട് തപതിയെ കാണാണ്ടയോ ആരാന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടായിരുന്നു ആദ്യത്തെ കിടപ്പ്. ഇപ്പം മനസ്സിലാക്കി ഇനി തപതിയെ കിട്ടണം എന്നുള്ള ആധിയിൽ അദ്ദേഹം അവിടെ തന്നെ ഇരിപ്പായി. അപ്പോഴേക്കും മന്ത്രിമാർ അന്വേഷിച്ചു വന്നു. അപ്പോൾ അവർ ശീതോപചാരമൊക്കെ ചെയ്ത് അദ്ദേഹത്തിനെ ഉണർത്തി, അല്ലെങ്കിൽ അദ്ദേഹത്തിനെ നീറ്റിരുത്തി കാര്യം തിരക്കിയപ്പോൾ ഞാൻ ഇവിടെ തന്നെ ഇരിക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ മന്ത്രിമാർ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നമുക്ക് വസിഷ്ഠനെ അങ്ങ് പ്രാർത്ഥിക്കൂ. വസിഷ്ഠൻ വിചാരിച്ച നടക്കുന്നു പറഞ്ഞാൽ അദ്ദേഹം 12 ദിവസം വസിഷ്ഠനെ തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ വസിഷ്ഠൻ വന്നു. അദ്ദേഹം പുരോഹിതനായിട്ട് അങ്ങ് ഞങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞു. ആവട്ടെ എന്ന് പറഞ്ഞ് വസിഷ്ഠൻ സ്വീകരിച്ചു. അദ്ദേഹം വീണ്ടും സൂര്യനെ പോയി സ്തുതിച്ചു. 12 നാൾ കൊണ്ട് വസിഷ്ഠൻ വീണ്ടും തിരിച്ചു വന്നു. അപ്പോൾ ഈ ദേവിയുണ്ട്. എന്നുവെച്ചാൽ അദ്ദേഹം അവിടെ പോയി സൂര്യനെ സ്തുതിച്ചപ്പോൾ സൂര്യന് വലിയ സന്തോഷമായി. ഈ സ്തുതി വളരെ ശ്രേഷ്ഠമാണെന്നൊക്കെ സൂര്യൻ പറഞ്ഞു. അങ്ങനെ ഇത് കന്യകയെ കൊടുക്കാമെന്ന് പറയണം. അങ്ങനെ ആ കന്യകയെ കൊണ്ട് വസിഷ്ഠൻ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ചെല്ലുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് വലിയ സന്തോഷമായി. സംവരണ അബ്ജലോചനനായ തപതി തന്നെ കനിഞ്ഞ അബ്ജനാശനകുല നാഥനു നൽകിയിടിനാൽ, അബ്ജകുലനാശന കഴിഞ്ഞ സോമ വംശത്തിലുള്ള ആ രാജാവിന് തപതിയെ നൽകി. അബ്ജസായക രസംപുണ്ടവൻ അടവിയിൽ കാമബാണ പരവശനായിക്കൊണ്ട് ആ കാട്ടിൽ അബ്ജകാന്തന്റെ സൂര്യാബ്ദം എന്ന് പറഞ്ഞാൽ 12 വർഷം, 12 ആദിത്യന്മാരാണ്. അതുകൊണ്ടാണ് 12 വർഷം അങ്ങനെ അവളുമായി സുഖിച്ച് അവിടെ കൂടിയപ്പോൾ ഇവിടെ നാട്ടിൽ മഴയൊന്നും ഉണ്ടായില്ല. ഇന്ദ്രൻ മഴ പെയ്യിച്ചില്ല. അപ്പോൾ വസിഷ്ഠൻ അവിടെ ചെന്ന് മഴ പെയ്യിച്ചു. അങ്ങനെ 12 വർഷം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം ഇവിടെ വന്നു. രാജ്യം ഭരിക്കാൻ തുടങ്ങി. ശത്രുക്കളെയൊക്കെ നശിപ്പിച്ചു. യജ്ഞങ്ങളൊക്കെ ധാരാളം ചെയ്തു. ഇതെല്ലാം വസിഷ്ഠനാണ് നിർത്തിയത്. അപ്പം അത് കാരണം ഈ നല്ല പുരോഹിതൻ ഉണ്ടായാൽ അത് വളരെ ശ്രേഷ്ഠമാണ് എന്നുള്ളത് ആ ഗന്ധർവൻ ഇവരോട് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പം അർജുനൻ വീണ്ടും ചോദിക്കുകയാണ്, വസിഷ്ഠന്റെ വരിഷ്ഠ ഗുണങ്ങളെ പറ്റി കേട്ടു. വിശ്വാമിത്രനും വസിഷ്ഠനും തമ്മിൽ വൈരുണ്ടായത് കേട്ടിട്ടുണ്ടല്ലോ, അത് വിസ്തരിച്ച് പറഞ്ഞ കൊള്ളാക്കാം എന്നുണ്ട്. രാമായണത്തിൽ നമ്മൾ വളരെ കേമായി കേട്ടതാണ്. മഹാഭാരതത്തിലൂടെ കേൾക്കുമ്പോൾ പറയാണ്, കന്യകുബ്ജ എന്നുള്ള രാജ്യത്തെ രാജാവ് ഗാന്ധി അദ്ദേഹത്തിന് മകനായിട്ട് വിശ്വാമിത്രൻ ഉണ്ടായി. അദ്ദേഹം രാജാവായിട്ട് രാജ്യം ഭരിക്കുന്ന കാലത്ത് നായാട്ടി നടന്നപ്പോൾ ക്ഷീണിച്ചപ്പോൾ വസിഷ്ഠാശ്രമം കണ്ടു. അവിടെ ചെന്നപ്പോൾ അദ്ദേഹം വസിഷ്ഠൻ വിചാരിച്ചു എൻ്റെ പ്രാഭവം ഒന്ന് കാണിക്കാമെന്ന് പറഞ്ഞ് ആ നന്ദിനി പശു ഉണ്ടല്ലോ, അവിടെ നമ്മൾ പശുക്കളുടെ കഥയിൽ കാണുന്നുണ്ടായി. ആ നന്ദിനി പശുവിൻ്റെ പ്രാഗൽഭ്യം കാരണം ധാരാളം അമരാവതിക്ക് സദൃശമായി, സ്വർഗത്തിന് സദൃശമായ എല്ലാ സൗകര്യങ്ങളും, ഭക്ഷിക്കാനുള്ള മാത്രമല്ല, കിടക്കാനുള്ള സൗകര്യങ്ങൾ, കുളിക്കാനുള്ള സൗകര്യങ്ങൾ, ഇതൊക്കെ പശു ഉണ്ടാക്കുകയാണ്. ഈ ഭൃത്യന്മാർക്കും സേനകൾക്കും ചതുരംഗ സേനയും എല്ലാം ഉണ്ട്. അവർക്കൊക്കെ ക്ഷീണം മാറ്റാനും ധാരാളം ഭക്ഷണം കഴിക്കാനും തുടങ്ങിയപ്പോൾ മന്ത്രിക്ക് സഹിച്ചില്ല. മന്ത്രി പറഞ്ഞത് നമുക്ക് പറഞ്ഞ വിശ്വാമിത്രനെ കോപ്പ് കൂട്ടിയപ്പോൾ വിശ്വാമിത്രൻ പറഞ്ഞു, എന്ത് വേണമെങ്കിൽ തരാം, നന്ദിനെ ഞങ്ങൾക്ക് തരണമെന്ന് പറഞ്ഞു. താപസന്മാർക്കൊന്നും അതിൻ്റെ ആവശ്യമില്ല. എന്തിനാ ഈ താപസന്മാർക്ക് ഈ ഒരു നേരം ഭക്ഷണം കഴിച്ചിരിക്കുന്നവർക്ക് ഇത്രയും വലിയ പശുവൊക്കെ ക്ഷേത്രന്മാർ രാജാക്കന്മാർക്കാണ്ട് വേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ വസിഷ്ഠൻ പറഞ്ഞു, അത് ഹോമധേനുമാണ്, കൊണ്ടുപോകാൻ പാടില്ല എന്ന് പറഞ്ഞു. എന്നാൽ അങ്ങനെ ഞങ്ങൾ ധിക്കരിച്ചു കൊണ്ടുപോകും, ഞങ്ങൾ ക്ഷത്രിയന്മാരാണെന്ന് പറഞ്ഞു. നന്ദിനെ ബന്ധിച്ച് കൊണ്ടുപോയപ്പോൾ നന്ദിനി ഇങ്ങനെ കരഞ്ഞു, എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ വസിഷ്ഠൻ പറഞ്ഞു, അപ്പോഴും വസിഷ്ഠന ഇത് വിട്ട് ക്ഷമ പിടിച്ചൊന്നും പറഞ്ഞു, യുദ്ധം ചെയ്യാനൊന്നും പറഞ്ഞില്ല.
നന്ദിനി, നീ തന്നെ നിന്റെ രക്ഷിച്ചോളൂ. എനിക്ക് അയ്യോ ഞാൻ ഇവിടുന്ന് പോകണമെന്ന് അങ്ങക്ക് വിചാരമുണ്ടോ എന്ന് നന്ദിനി വസിഷ്ഠനെ വെച്ചപ്പോൾ അങ്ങനെയൊന്നുമില്ല, നീ തന്നെ നിന്നെ രക്ഷിച്ചാൽ മതി. നിന്നെ കൊണ്ടുപോകാൻ എനിക്കിഷ്ടമൊന്നുമില്ല, പക്ഷെ എനിക്ക് അതിനുള്ള യുദ്ധം ചെയ്യാനൊന്നും ഇപ്പോൾ താല്പര്യമില്ല, അല്ലെങ്കിൽ വയ്യ എന്ന് പറഞ്ഞപ്പോൾ നന്ദിനിയുടെ ശരീരത്തിൽ നിന്ന് പലതരത്തിലുള്ള ഗോത്രങ്ങളുണ്ടായിരുന്നു പറഞ്ഞു. പല്ലവന്മാരെ, ശബരന്മാരെ, ശകന്മാരെ, യവനന്മാരെ, കിരാതന്മാരെ, സിംഹളന്മാരെ, ദ്രമിള, പുണ്ട്രം, മ്ലേച്ഛ, ബർബര, ദർദരന്മാരെ എന്നൊക്കെ പറയുന്നു. മൂലത്തിൽ നോക്കിയപ്പോൾ കേരളന്മാരും ഉണ്ട് എന്നതിൽ പറയുന്നുണ്ട്. അത് എഴുത്തച്ഛൻ അത് ഒഴിവാക്കി തോന്നുന്നു. അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടായി. അവരൊക്കെ കൂടി വിശ്വാമിത്ര സൈന്യത്തിനെ ഓടിച്ചു. അങ്ങനെ വിശ്വാമിത്രൻ തോറ്റു. അപ്പോൾ മനസ്സിലാക്കി ഇനി ക്ഷാത്രബലമല്ല ബ്രാഹ്മബലമാണ് നല്ലതെന്ന് പറഞ്ഞ് അദ്ദേഹം തപസ് ചെയ്യാൻ പുറപ്പെട്ടു. അങ്ങനെ ഗംഭീരമായി തപസ് ചെയ്തു എന്നാണ് പറഞ്ഞത്. വസിഷ്ഠൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ ഇന്ദ്രിയങ്ങളെ വശത്താക്കിയവൻ, കാമക്രോധങ്ങളെ ജയിച്ചവൻ എന്നാണ്. ഇനി അദ്ദേഹത്തിൻ്റെ കഥകളുണ്ട്. അപ്പോൾ ഇനിയും പറയൂ എന്ന് അർജുനൻ പറയുമ്പോൾ പിന്നീട് കൽമാഷപാദൻ്റെ കഥയൊക്കെ പറയുന്നു. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.